നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിനാസ് അമേസിംഗ് വേൾഡ്. ഇന്ന് രാവിലെ 5:30 ആയപ്പോൾ ഞാൻ എഴുന്നേറ്റു. അത് കഴിഞ്ഞുള്ള ജോലികളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. രാവിലത്തെ റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റു, മേളിൽ എൻ്റെ ജോലികളൊക്കെ തീർത്തു, മേളിലെല്ലാം തൂത്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ 6:15 ആയപ്പോഴത്തേക്കും താഴത്തേക്ക് ഇറങ്ങി വന്നത്. അപ്പോൾ വന്നാലുടനെ ഞാൻ ആദ്യം തലേന്ന് രാത്രി കഴുകി വെച്ചിരിക്കുന്ന പാത്രം എല്ലാം എടുത്ത് അകത്ത് വെക്കും. അതിന് ശേഷമാണ് പിന്നെയുള്ള കാര്യങ്ങൾ. അപ്പോഴത്തേക്ക് കുഞ്ഞി അവിടെ വന്നിട്ടുണ്ടാകും. പിന്നെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുക്കണം. അതുമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഫ്രണ്ടിലോട്ട് വന്ന് ജനലൊക്കെ തുറക്കുന്നത് കേട്ടോ. മിക്കവാറും എന്നെക്കാളും മുന്നേ അച്ഛനോ വിനോട്ടനോ ആയിരിക്കും ജനലൊക്കെ തുറന്നിടുന്നത്. ഇവിടെ കുഞ്ഞിക്ക് വേണ്ടിയിട്ട്, കുഞ്ഞിക്ക് ചാടി പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ജനലൊക്കെ രാവിലെ തന്നെ തുറന്നിടും കേട്ടോ. അല്ലെങ്കിൽ അവൾക്ക് വെളിയിലൊക്കെ പോകണമല്ലോ. ഇപ്പോൾ പിന്നെ പുതിയ ഒരു സ്ഥലം അവൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് പുറത്തിറങ്ങാനായിട്ട്. പിന്നെ ഞാൻ വെളിയിലിറങ്ങി വന്ന് ആദ്യം അമ്പലത്തിൽ നോക്കി ഒന്ന് തൊഴുതതിന് ശേഷം പിന്നെ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്കും കുഞ്ഞ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവളെ ഞാനൊന്ന് കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ചതാണ്. അവൾക്ക് വലിയ സന്തോഷമാണ് നമ്മൾ അവളുടെ അടുത്തിരുന്നൊന്ന് അവളെ കളിപ്പിക്കുന്നത്. പിന്നെ തലേന്നത്തെ പേപ്പറൊക്കെ എടുത്ത് മാറ്റി പിന്നെ പൂജാമുറിയുടെ കതക് തുറന്നിട്ട് അവിടുത്തെ ലൈറ്റും ഇട്ടതിന് ശേഷമാണ് പത്രം കൊണ്ട് വെക്കുന്നത്. അതിന് ശേഷം ആദ്യം ചെയ്യുന്നത് പൂജാമുറി വൃത്തിയാക്കും. അവിടുത്തെ വിളക്കൊക്കെ എടുത്ത് മാറ്റി തലേന്നത്തെ ചന്ദനത്തിരിയുടെ പൊടിയൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം വിളക്കെടുത്തിട്ട് വന്ന് കഴുകാനായിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷമാണ് ഞാൻ പോയി തുണി അലക്കാനായിട്ട് ഇടുന്നത്. അപ്പോൾ രാവിലെ തന്നെ തുണി അലക്കാനിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മുന്നേയായിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പോൾ അതാണ് അത് രാവിലെ ഇട്ടു. പിന്നെ വിളക്ക് വന്ന് തേച്ച് കഴുകി. അപ്പോൾ വിളക്ക് തേച്ച് കഴുകുന്നതിന് മുന്നേ അവിടെയെല്ലാം നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമാണ് സബീന പൗഡർ കൊണ്ടാണ് ഞാൻ വിളക്ക് തേച്ച് കഴുകുക. നല്ലതായിട്ട് വെളുക്കും. പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൂഡിൽസായിരുന്നേ. അപ്പോൾ നൂഡിൽസ് തിളപ്പിക്കാൻ വേണ്ടി ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. അത് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് നൂഡിൽസ് ഇട്ടു. അപ്പോഴത്തേക്കും ചായ തിളച്ചു. എൻ്റെ ചായ ഞാൻ മാറ്റി, കാരണം ഞാൻ മധുരം ഉപയോഗിക്കാറില്ല. അപ്പോൾ അതാണ് ഞാൻ ചായ എൻ്റെത് മാറ്റിയിട്ടാണ് ബാക്കിയുള്ളതിൽ മധുരം ഇടുന്നത്. പിന്നെ നൂഡിൽസിനായിട്ട് പച്ചക്കറികൾ ചേർക്കും. ക്യാരറ്റും ക്യാബേജും. ആദ്യം എണ്ണ ഒഴിച്ച് സവാള വഴറ്റിയതിന് ശേഷം അതിലേക്ക് പച്ചക്കറിയും കൂടെ ചേർത്ത് വഴറ്റും. പിന്നെ കുക്കറിൽ ഞാൻ അരി ഇട്ടിട്ടുണ്ട്, അതും ആ സൈഡിൽ വേകുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറിക്ക് ആദ്യം ഞാൻ മുളക് പൊടിയും ചെറുജീരകത്തിൻ്റെ പൊടിയും കുറച്ച് ചേർക്കും കേട്ടോ. ഉപ്പും ചേർത്ത് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരു മിക്സ് ചേർക്കുന്നത്. അത് ഒന്ന് ചേർത്ത് വഴറ്റിയതിന് ശേഷം പിന്നെ ആവശ്യത്തിന് മുട്ടയും പൊട്ടിച്ചിടും. അപ്പം നടുഭാഗം ഒന്ന് വഴഞ്ഞ് മാറ്റിയതിന് ശേഷം അവിടെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷമാണ് മുട്ട പൊട്ടിച്ചിടുന്നത്. പിന്നെ മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ചിക്കിയതിന് ശേഷം വേവിച്ച് വെച്ച നൂഡിൽസും ഇട്ട് ഒന്ന് പുരട്ടിയെടുക്കും. അപ്പോൾ അത് ഇറക്കി അടുപ്പത്തോട്ട് തന്നെ അടുത്ത ചീനച്ചട്ടി ഞാൻ വെച്ചു. തോരൻ ഉണ്ടാക്കാനായിട്ടാണ്, ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എണ്ണ ഒഴിച്ചു, ഉഴുന്നും കടുകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ക്യാബേജിൽ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും അരി വെന്തിട്ടുണ്ട്. പിന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് ഇളക്കി മൂടി അല്പം വെള്ളം ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ചതിന് ശേഷം പിന്നെ അതും മൂടി വെച്ചു. അങ്ങനെ രാവിലത്തെ ഇപ്പോൾ ഒരു 8 മണിയോളം ആയേ. അപ്പോഴത്തേക്കും ഇത്രയും സാധനങ്ങളെല്ലാം വെന്ത് കഴിഞ്ഞു. പിന്നെ ഞാൻ അടുക്കളയുടെ ആ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെയാണ് ബാക്കി പാത്രങ്ങൾ, അത്രയും നേരം ചെയ്ത ജോലിയിൽ ഉണ്ടായ പാത്രങ്ങൾ മുഴുവൻ കഴുകി വെച്ച് അവിടെ നിന്ന് ക്ലിയർ ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പുറത്തോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പണി രാവിലെ തീർന്നു കഴിയുമ്പോഴത്തേക്കും നല്ല വെയിൽ വരുന്നതിന് മുന്നേ, നല്ല ചൂടുള്ള സമയത്തിന് മുന്നേ തന്നെ അത്യാവശ്യം അടുക്കളയിലെ പരിപാടികൾ കഴിഞ്ഞു. പിന്നെ എനിക്കിനി കുറച്ച് എന്തൊക്കെയോ ജോലികളേ ഉള്ളൂ. കാരണം ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷമേ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അത്യാവശ്യം വേകാനുള്ളതെല്ലാം വെന്ത് കഴിഞ്ഞു രാവിലെ. പിന്നെ ഇനി മീനൊക്കെ കിട്ടണമെന്ന് ഞാൻ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് വേണം മീനൊക്കെ മേടിച്ചിട്ട് വരാൻ. അപ്പോൾ അതൊക്കെ വെട്ടി കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കൊണ്ടുവന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വറുക്കുകയോ കറി വെക്കുകയോ എന്തെങ്കിലും ചെയ്താൽ മതി. മിക്കവാറും ഞാൻ തലേന്ന് തന്നെ മീനൊക്കെ മേടിച്ച് ക്ലീൻ ചെയ്ത് വെച്ചേക്കും. രാവിലെ അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി കുളിച്ച് അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം പിന്നെ അടുക്കളയിൽ കയറുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ.
പിന്നെ ഞാൻ ഇത് ഇത്രയും കഴിഞ്ഞു 8 മണിയൊക്കെ ആയപ്പോൾ ഇത്രയും കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വെളിയിലിറങ്ങി റോഡും മിറ്റവും എല്ലാം ഒന്ന് തൂക്കുന്നത്. ഒത്തിരി അഴുക്കൊന്നുമില്ല, ഇങ്ങനെ ചെറിയ പൂക്കളെല്ലാം കൊഴിഞ്ഞ് വീണതും ഒക്കെ ഉള്ളു. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ എല്ലാം വൃത്തിയാക്കിയത് കാരണം അവിടെയും വലുതായിട്ട് അഴുക്കുകളൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഒന്ന് തൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അതും കൂടെയൊക്കെ ഒന്ന് ഓടിച്ച് തൂത്തങ്ങെടുക്കും. പിന്നെ ഇതിന് ശേഷമാണ് ഞാൻ ചെടിക്ക് ഇവിടെ ഈ ഭാഗത്തെല്ലാം മുന്നോട്ടും ചെടിക്ക് വെള്ളം ഒഴിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് ഈ കാർപോർട്സിൻ്റെ അവിടെ ഒന്നും വെള്ളം ഒഴിക്കേണ്ട, കാരണം ഞാൻ തൂത്തില്ലായിരുന്നു രാവിലെ. അപ്പോൾ അതാണ് ഞാൻ തൂത്തതിന് ശേഷം ബാക്കി ഞാൻ വെള്ളം ഒഴിച്ചോളാം എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന എല്ലാ ചെടികൾക്കും ഞാൻ വെള്ളം ഒഴിച്ചു. കാരണം നല്ല ഉണക്കായത് കാരണം ഇപ്പം ചെടിക്ക് 2 നേരമൊക്കെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മിക്കവാറും മുന്നോട്ടം തന്നെയാണ് കേട്ടോ ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കണേ. പിന്നെ ഞാൻ എന്തായാലും അവിടെ എല്ലാം നനഞ്ഞല്ലോ, അപ്പം പിന്നെ ഞാൻ ആ മോപ്പ് എടുത്തുകൊണ്ട് ഒന്ന് ഓടിച്ച് ഒന്ന് കഴുകി വിടുകയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് ഇതിൻ്റെ എല്ലാം നടുക്കൂടെ ഓടി നടക്കുന്നുണ്ട്. ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പം അവിടെ താഴെ കിടക്കും, മാറ്റേ കിടക്കും, അല്ലെങ്കിൽ അവിടെ ഒരു ബെഞ്ചുണ്ട് അതേൽ കിടക്കും കേട്ടോ. ഞാൻ പിന്നെ അതൊന്ന് എടുത്ത് കാണിക്കാനാണ്, കാരണം എവിടെ ഞാനുണ്ടോ അവിടെ എല്ലാം അവളും കാണും. അപ്പോൾ ഇതെല്ലാം കഴുകി കഴിഞ്ഞപ്പം അത്രയും നല്ല വൃത്തിയായിട്ട് കിടപ്പുണ്ട്. രാവിലെ മിറ്റവും എല്ലാം വൃത്തിയായി, കാണാൻ തന്നെ ഒരു ഭംഗിയാണല്ലോ രാവിലെ ഇങ്ങനെ എല്ലാം വൃത്തിയായിട്ട് കിടക്കുമ്പോൾ. പിന്നെ ഈ ഇരിക്കുന്നത് എനിക്ക് അടുത്ത പണിയാണ്, ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്ന എൻ്റെ പണിയാണ് കേട്ടോ. അന്ന് എൻ്റെ ഇതെല്ലാം ഒന്ന് ചെയ്തപ്പോൾ പോട്ടിനൊക്കെ പെയിൻറ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടെ ഉണ്ട്, അത് ആ പരുവത്തിൽ അവിടെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കയറുമ്പോൾ കൈയും കാലും മുഖം എല്ലാം കഴുകിയതിന് ശേഷമാണ് വീടിനകത്തോട്ട് കയറി വരുന്നത്. തൂത്ത് കഴിയുമ്പോൾ ഞാൻ കൈയും കാലും മുഖം എല്ലാം കഴുകും, വെള്ളം ഒന്ന് തളിക്കും. ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് അകത്തേക്ക് കയറിയത്. വന്നിട്ട് ഞാൻ കഴുകി വെച്ച വിളക്കെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി അവിടെ വെക്കും. മുന്നോട്ടം വന്നിട്ടാണ് വിളക്ക് കൊളുത്തുന്നത്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് വീടിൻ്റെ അകം എല്ലാം ഒന്ന് തൂത്തെടുക്കണം. അപ്പം ഞാൻ മേളിൽ രാവിലെ എഴുന്നേറ്റ പാടെ എല്ലാം തൂത്തത് കൊണ്ട് മേളിൽ എനിക്ക് പ്രശ്നമില്ല, അവിടുത്തെ ജോലിയെല്ലാം തീർന്നിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ ഉള്ളത് ഈ താഴത്തെ ഭാഗം കൂടെ ഒന്ന് തൂത്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ രാവിലത്തെ ജോലികളെല്ലാം കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ ഞാൻ എൻ്റെ തലയിൽ എണ്ണ തേക്കുകയാണ്, ഷാമ്പു ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ എണ്ണ തേച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കാണ് പോയിട്ട് ഷാമ്പു ചെയ്ത് കളയുന്നത് കേട്ടോ. അപ്പം ഇതൊരു കുറേ നേരത്തെ ജോലിയാണ് എൻ്റെ. ഞാൻ ഒരു അരമണിക്കൂറോളം എടുക്കും എൻ്റെ തലയിൽ എണ്ണയൊന്ന് പുരട്ടാനായിട്ട് കേട്ടോ. കുറേ നേരം നിന്നിങ്ങനെ എണ്ണയൊക്കെ പുരട്ടി ചീപ്പ് കൊണ്ട് നന്നായിട്ട് ചീവിയൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ കെട്ടി വെക്കുന്നത്. മുന്നോട്ട് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം കടയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആണ് ഞാൻ അകത്തോട്ട് കയറിയതിന് ശേഷം അലക്കി കഴിഞ്ഞ തുണിയൊക്കെ കൊണ്ടുപോയി വിരിച്ച് കുളിച്ചതിന് ശേഷം അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്